ഇപ്പോൾ ഞാനുള്ളത് വൈറ്റ്ല ഹെയറോ ക്രാഫ്റ്റിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ് യൂഷ്വൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ഹെയർ ഫാൾസും കാര്യങ്ങളൊക്കെ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സോ കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 years 4 years ആയിട്ടോളം ഹെയർ ഫാൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങനെ കെയറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗോയിങ് ഫോർവേഡ് പതുക്കെ മുടി കുറേ അധികം അങ്ങ് പോകാൻ തുടങ്ങി. പിന്നീടാണ് ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി കേട്ടത്. അപ്പോൾ ആക്ച്വലി ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, കൂടുതലും സെലിബ്രിറ്റീസുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊന്നും അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് ചിന്തിച്ചിരുന്നില്ല. പിന്നീട് നമ്മുടെ ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ ഹെയറോ ക്രാഫ്റ്റിൽ നിന്ന് അവൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. സോ അവൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ശരിക്കും അവൻ്റെ നാച്ചുറൽ ഹെയർ തന്നെ അതിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അധികം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതിനെപ്പറ്റി ഒന്ന് എൻക്വയറി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം ഇന്നെൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഹെയറോ ക്രാഫ്റ്റിൽ എത്തിയത്.